മദ്യം അവസാനിപ്പിച്ചാൽ എന്തുകൊണ്ട് സർക്കാരിന്റെ പ്രശ്നമാണെന്നാണ് മാഡം സംസാരിച്ചു, അദ്ദേഹം സംസാരിച്ചു. ഒരൊറ്റ ഇൻസിഡന്റ് എന്റെ ഒരു ഇത് പറയാം. നമ്മുടെ കോവിഡ് സമയത്ത് ലോക്ക്ഡൌൺ വന്നല്ലോ. ലോക്ക്ഡൌൺ വന്നപ്പോ ഈ മദ്യഷാപ്പുകൾ മൊത്തം അടച്ചുപൂട്ടി. ഒരു മനുഷ്യനും ഒരു തുള്ളി പോലും കിട്ടാത്ത അവസ്ഥ വന്നു. ആ സമയത്ത് സംഭവിച്ചതിനെ സംബന്ധിച്ച് എക്സൈസ് വകുപ്പിന് കിട്ടിയ ഡേറ്റ എന്താണെന്നറിയാമോ സാർ? കംപ്ലീറ്റ് ആളുകളും അവനവന്റെ വീട്ടിൽ പ്രഷർ കുക്കർ വെച്ച് മാറ്റാൻ തുടങ്ങി. ഇതിൽ അറസ്റ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനിൽ എല്ലാ വർഗത്തിലും എല്ലാം ഈ പറയുന്ന അധ്യാപകരും വക്കീലന്മാരും പോലീസുകാരും സമാന പേരെയും ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് അവസാനം മടുത്ത് അവസാനം അടി കൊടുത്ത് പോകേണ്ട അവസ്ഥ വന്നു ഞങ്ങൾ. കാരണം കേസെടുത്ത് ഞങ്ങളുടെ എക്സൈസ് വകുപ്പ് പിരിച്ചുവിടേണ്ട സമയം അതിക്രമിച്ചു. കാരണം കോവിഡ് കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നു എന്നിട്ട് ഇവരെന്ത് നോക്കുകുത്തിയായിരിക്കായിരുന്നു. കേരളം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എക്സൈസ് വകുപ്പിനാണ് ഏറ്റവും വലിയ പങ്ക്. എക്സൈസ് വകുപ്പ് എന്ന് പറയുന്ന കേരളത്തെ ഈ നിലയിലേക്ക് എത്തിച്ചത് എക്സൈസ് വകുപ്പാണെന്ന് ഞാൻ പറയും. ഞങ്ങൾക്ക് ചെയ്യുന്നതിന്റെ 10 ഇരട്ടി പണിയായി. കാരണം എന്തോ സർവമാന വീട്ടിലും മാറ്റി തുടങ്ങി. കേരളത്തിൽ എക്സൈസ് വകുപ്പ് രൂപീകൃതമായോ അന്ന് കേരളം നശിക്കാൻ തുടങ്ങി. ഈ മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ കഞ്ചാവ് ചെടികൾ ഇപ്പം വീടുകളിലാണ് വളർത്തുന്നത്. വീടിന്റെ എൻഫോഴ്സ്മെന്റ് ചോദിക്കട്ടെ, ഈ കോവിഡ് സമയത്ത് എല്ലാം നിരോധിച്ച സമയത്ത് ഏതെങ്കിലും ദേവാലയത്തിൽ പോകാതെ പറ്റാഞ്ഞിട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പക്ഷേ മദ്യം കിട്ടാതെ 6 പേരെ കേരളത്തിൽ ആത്മഹത്യ ചെയ്തു. അറിയാമോ? മദ്യം കിട്ടാഞ്ഞിട്ട് 6 പേര് കേരളത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ മദ്യം കിട്ടാതെ വന്നപ്പോ 6 പേര് മരിച്ചു. 6 പേര്. ഓക്കെ, അത് എത്ര നാളുകൾ കൊണ്ടാ? 3 മാസത്തെ ലോക്ക്ഡൌൺ. 3 മാസത്തെ. പക്ഷേ ഒറ്റ ദിവസം തന്നെ 600-ലധികം പേര് വേണം മരിക്കല്ലോ മദ്യം ഉണ്ടെങ്കിൽ. എവിടെ വ്യാജമദ്യം കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ മദ്യം നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് കേരളത്തിലെ പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ച് നോക്ക്. ആശുപത്രിയിലെ റെക്കോർഡുകൾ പരിശോധിച്ച് നോക്ക്. 1956 വരെ കേരളത്തിൽ തിരുവനന്തപുരത്ത് മദ്യം നിരോധിച്ചിരുന്നതാണ്. 1956 വരെ. അതിന് മുമ്പേ അന്ന് ട്രഷറിയിൽ നിന്ന് കഞ്ചാവ് കറുപ്പ് ഇത് കൊടുത്തുകൊണ്ടിരുന്നു. അതറിയാമോ? കേരളത്തിലെ സർക്കാർ കറുപ്പ് കൊടുത്തോണ്ടിരുന്നു. ഒരു പണവടയ്ക്ക് 100 രൂപ അല്ലേ ഒരു പണവട അത് കൊടുത്തോണ്ടിരുന്ന ട്രഷറി മുഖേന ഗുളികയുടെ പരുവത്തില്. അത് മദ്യം കൊടുക്കുന്നത് റേഷൻ കട കൊടുക്കുക. ഈ സാറ് പറഞ്ഞ ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് അഡിക്റ്റ് ആയിട്ടുള്ള കറുപ്പ് അഡിക്റ്റ് ആയിട്ട് വേറെ രാജ്യങ്ങളിൽ പോയി പട്ടാള സേവനവും മറ്റും ചെയ്തിട്ട് അഡിക്റ്റ് ആയി വന്നിട്ടുള്ള ആളുകളുണ്ടായിരുന്നു അന്ന്. അവർക്ക് ഇത് ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമായി. ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് പ്രകാരം നമ്മൾ എവര് മരിക്കുന്നത് വരെ ഒരു ലൈസൻസ് കൊടുക്കുക ചെയ്ത് അവർ മരിച്ചവരുടെ ആ ലൈസൻസ് ക്ലോസ് ചെയ്ത് പോയി. അല്ലല്ല, ഒരു കാര്യം കൂടി ഇതിനോട് തുടർച്ചയായിട്ട് ചോദിക്കട്ടെ. നമ്മുടെ ഈ ആസാമിലും അല്ലെങ്കിൽ പഞ്ചാബിലും ഒക്കെ ജോലി ചെയ്യുന്ന പട്ടാളക്കാരില്ലേ, അവർക്ക് ജോലി സർവീസിലിരിക്കുമ്പോൾ ഇത് കൊടുക്കുന്നില്ല, മദ്യം കൊടുക്കുന്നില്ലേ? ജോലി റിസൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ പെൻഷൻ പറ്റി തിരിച്ചു വരുമ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇവിടെ വരുമ്പോഴും അവർക്ക് ആ കോട്ട കൊടുക്കുന്നതിനാ? അതുകൊണ്ട് എല്ലാ വീട്ടിലും മദ്യം കൊടുക്കണം. നിരോധിച്ചു. അദ്ദേഹം മിനിസ്റ്റർ ആയിരുന്നപ്പം എന്തുകൊണ്ട് മദ്യം നിരോധിച്ചില്ല പട്ടാളക്കാർക്ക്? ഉറങ്ങി. അതിനർത്ഥം എല്ലാ വീട്ടിലും നമ്മുടെ ഫിലിപ്പോസ് മെഡിക്കലിന്റെ ആവശ്യം എന്താണെന്നറിയോ? കേരളത്തിലെ റേഷൻ കടകൾ വഴി മദ്യം മണ്ണെണ്ണ കൊടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ സർക്കാരിന്, മദ്യം കൊടുക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.